ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നീയും നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ അങ്ങനെ സജനത്ത, ഫിറോസ്, ദിയാസന, റസൂല് ഇത്രയും പേരുള്ള ഇഷ്യൂ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ അവസാനം സജനത്ത വീണ്ടും വന്നിട്ടുണ്ട്. അവസാനമല്ല, ഇതൊരു ആരംഭമാണെന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഇട്ടിരിക്കുന്ന വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ ഫേസ്ബുക്കിലൊക്കെ ചെറിയൊരു ഇത് മാത്രം കൊടുത്തിട്ടുള്ളൂ. ബാക്കി യൂട്യൂബ് ചാനലാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതായത് പുള്ളിക്കാരിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാവട്ടെ എന്ന രീതിയിലായിരിക്കണം അങ്ങനെ വന്ന് ലൈവല്ല വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. അതിനു മുമ്പേ ഇത്തവണ സജനത്താക്ക് ഭയങ്കര ധൈര്യം വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ കരഞ്ഞു കൂവി റസൂൽക്ക എൻ്റെ അച്ഛനാണ്, എൻ്റെ ചേട്ടനാണ്, എൻ്റെ മറ്റേനാണ്, എൻ്റെ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ്. സജനത്ത വന്നിരിക്കുന്നത് കരഞ്ഞു കൂവിയൊന്നും അല്ല, ചേച്ചി നല്ല ധൈര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത്തവണ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെല്ലുവിളി അത് സത്യം പറഞ്ഞാൽ. എന്തായാലും ഈ വെല്ലുവിളി ഇത് ആരെയാണോ വിളിച്ചിരിക്കുന്നത് അവരെന്തായാലും ഏറ്റെടുക്കണം. എന്തായാലും സജനത്തെ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണം, നമുക്കൊന്ന് കേട്ടു നോക്കാം. നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തിയുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1 ഇന്നലെ ഫിറോസ് ഇട്ട വീഡിയോയിലെ ഓഡിയോ ശബ്ദം ആ സജനയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ പേരാണ് റോഷ്നി എന്നാണ് പറയണത്. അപ്പം അവരെയാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കേട്ട് നോക്കും. അവരുടെ ഫോട്ടോ സഹിതം ആണ് സജന ഇതിൽ പറയുന്നത്. ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ, പോട്ടെ ജീവിക്കേ. സജന ഭയങ്കര അഡിക്ഷനാണ്. സജന ഈ സംഭവം ഈ ലഹരി പദാർത്ഥം യൂസ് ചെയ്ത് കഴിഞ്ഞ് സജനയുടെ മൂക്കിനുള്ളിൽ ഒരു 3-4 കിലോ അടക്കം കിട്ടുമെന്ന് പറഞ്ഞതല്ലേ, അതാണ് ആ ആളാണിത്. വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. സജന ഓൾറെഡി ഇങ്ങനെ ഓരോരുത്തരെ കൂടി പോയി നല്ല എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് ഫിറോസ് കാണിച്ചു തന്നത് വിത്ത് എവിഡൻസ് ആയിട്ടല്ലേ. അപ്പം സജനയുടെ കണ്ണിൽ കൂടി നോക്കാൻ നേരത്തെ എല്ലാവരും അങ്ങനെയാണ് സജനയ്ക്ക് തോന്നുള്ളൂ. ചിലപ്പോൾ മേ ബി ഫിറോസ് അങ്ങനെ ആയിരിക്കാം, എല്ലായിരിക്കാം എന്നല്ല ഞാൻ പറയണത്, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആയിരിക്കാം. എന്തായാലും അപ്പം സജന അങ്ങനെയാണ്, ഭർത്താവും അങ്ങനെ തന്നെയാണ് എന്നാണ് സജന എന്തായാലും പറഞ്ഞു വാദിക്കുന്നത്. അതായത് ഈ സ്ത്രീയുമായിട്ടും ഈ പറയുന്ന ഫിറോസിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാ. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോവേണ്ട അങ്ങേര് ഇങ്ങനെയാണ് വൃത്തിയേട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. അതിനാ തെറ്റി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജന എത്ര നാൾ പറയും നിൻ്റെ അച്ഛൻ കൊള്ളില്ല, നിൻ്റെ അച്ഛൻ കൊള്ളില്ല. എന്തെങ്കിലും ഒരു ദിവസം അവൻ ആ കുഞ്ഞ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തെറ്റ് ആരുടെ ഭാഗത്താണ് ആ കുഞ്ഞ് മനസ്സിലാക്കും. അന്നേരത്തേക്ക് അവൻ്റെ ബുദ്ധിയോടെ അവൻ ചിന്തിക്കും. അന്നായിരിക്കും അവൻ ഡിസിഷൻ എടുക്കണം അവൻ ആരുടെ കൂടെ നിൽക്കണമെന്ന്. സജന ഈ വഴിക്കൊക്കെ പോകുന്നുള്ള ഒരാളാണെങ്കിൽ, ഒരു ആൺകുഞ്ഞ് സജനയ്ക്ക് സപ്പോർട്ട് നിൽക്കുമെന്ന് സജനയ്ക്ക് തോന്നുന്നുണ്ടോ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരിക്കലുമില്ല. അതുകൊണ്ട് അദ്ദേഹം നല്ലതാണോ ഇല്ലെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും ആ ചെറുക്കൻ്റെ അച്ഛൻ്റെ കൂടെ പോകത്തുള്ളൂ. എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരാണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചെലവിനും തന്നിട്ട് 1 വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചറിയാം. എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചെലവിനും തന്നിട്ട്
ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സജന പറയുന്ന ഭയങ്കര വലിയ അലിഗേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ അച്ഛൻ യൂസ് ചെയ്യുമെന്നാണ് പറയണത്. ഈ സ്ത്രീക്ക് വേറെ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന്. അതിൻ്റെ പുറത്ത് സ്വന്തം കുഞ്ഞിനെ അച്ഛൻ യൂസ് ചെയ്യും എന്ന്, അതായത് ആണും പെണ്ണും കെട്ടവനാണ് ഈ ഫിറോസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ സജന അത് ആദ്യം പുറത്ത് കൊണ്ടുവരണം. അതായത് ആ തെളിവുകൾ അടക്കം മുമ്പിൽ വന്ന് പറയണം, ഇയാൾ ഇങ്ങനെ ഒരുത്തനാണ് എന്ന് പറയണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ വായി തോന്നുന്ന വാക്കുകൾ മുഴുവൻ വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. അവരൊരു അച്ഛനും മോനുമാണ്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിചാരിച്ച ബന്ധം തകർക്കുമെന്ന്. നിങ്ങളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അത് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോഴും ആ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഇത് മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ വിളമ്പോ. മണ്ടത്തരങ്ങളല്ല, ഇതൊക്കെ അഹങ്കാരമാണ്. താൻ ആർക്കോ വേണ്ടി എന്തൊക്കെയോ വേണ്ടി ചെയ്യുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫിറോസ് ഈ മകന് 2500 രൂപ ചിലവ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് 2500 രൂപയ്ക്ക് ഒന്നിനും തികയത്തില്ല. അറിഞ്ഞൂടെ? എന്തിന് 500 രൂപയ്ക്ക് പോലും ഒരു വിലയില്ല ഇന്നത്തെ കാലത്ത്. കാരണം അത്രയും വിലക്കയറ്റമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. അപ്പോൾ ഈ 2500 രൂപ മകന് ചെലവിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയാൻ നേരത്ത് അത് വളരെയധികം മോശമാണ്. ആ മകന് വേണ്ടി നല്ലൊരു തുക തന്നെ നിങ്ങൾ എന്തായാലും ചിലവാക്കണം ആ കുഞ്ഞിന് വേണ്ടിയിട്ട്. അല്ലാതെ ഈ 2500 രൂപയ്ക്ക് ആ കുഞ്ഞിൻ്റെ ചിലവ് കഴിഞ്ഞു പോകും, ആ കൊച്ചിന് ഭക്ഷണവും ആ കൊച്ചിന് വേണ്ട വസ്ത്രം അതെല്ലാം കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഈ തുക നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്, അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ 2500 രൂപ ഇട്ട് കൊടുക്കുന്നത് പറയുന്നത് അത് വളരെ മോശം തന്നെയാണ് കേട്ടോ. സജന ആണെങ്കിൽ ഈ ഫിറോസിനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അതായത് ഈ ഫിറോസിന് അതായത് 17 വയസ്സിന് അടുത്തുള്ള ഒരു പെൺകുട്ടിയായിട്ട് എന്തോ അരുതാത്ത ബന്ധം ഉണ്ടായി എന്ന് സജീന പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവടക്കം സജന പുറത്തുവിടണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ പബ്ലിക്കിൽ വന്ന് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയല്ലേ. അപ്പം സജന പറയുന്നത് ഞങ്ങൾക്കും കൂടി വിശ്വാസമാകണമെങ്കിൽ സജന ചെയ്യേണ്ടത് ആ തെളിവടക്കം വന്ന് പുറത്തു വിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വായ്ത്താളടിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല കേട്ടോ സജന. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം. അതായത് ദിയാസന, റോഷ്നി, പിന്നെ ആരായിരുന്നു ഫിറോസ്, ഇവരെല്ലാവരും ഈ ലഹരിയുടെ ഇതിനു വേണ്ടി ടെസ്റ്റ് ചെയ്യണം എന്ന് ഈ പറയുന്ന സജന വെല്ലുവിളിച്ചിരിക്കണം. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും ഇതിന് തയ്യാറാവണം, പ്രത്യേകിച്ച് ദിയാസന. കാര്യം എന്ന് വെച്ചാൽ ദിയാസനെയാണ് ഈ സജന ഇതിനകത്തോട്ട് വലിച്ചെടുത്ത് ആദ്യം എടുത്തിട്ടത്. പിന്നെ ഓൾറെഡി ദിയാസനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടെ നിന്നേക്കാം. പക്ഷെ അതൊക്കെ മാറണമെങ്കിൽ ഇതിന് ഈ ടെസ്റ്റിന് ഇവർ തയ്യാറാണ്, സ്വയമേ മുന്നോട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാലേ ആൾക്കാർക്ക് വിശ്വാസമാവുള്ളൂ. അല്ലാതെ ഇതങ്ങനെ വിശ്വാസമാണ്. പിന്നെ ഇന്നത്തെ ഇത് രമേശ് ചെന്നിത്തല സാറ് കേൾക്കുന്നുണ്ടെങ്കിൽ സാറ് ദയവ് ചെയ്ത് ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയിട്ട് അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എന്തായാലും എടുക്കണം. അത് ഉറപ്പുള്ള കാര്യം തന്നെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ സജന ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവും എല്ലാം പുറത്തെടുത്ത് കാരണം ഇവരങ്ങനെ ഇവരിൽ ആരെങ്കിലും ഒരു കാരിയർ ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ തൂഫാൻ കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ മാത്രം പിടിച്ചാൽ പോരല്ലോ, ഇവരെയൊക്കെ പിടിക്കണം. ഈ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഇതുണ്ടെങ്കിൽ ഇവരെയും പിടിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല സാറ് ഈ ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ, ഈ സജന പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിനെതിരെ ലീഗലി ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കണക്ക് അവനോട് പോയി ഇവരോട് പോയി ഇങ്ങനെ പോയി അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ് ഇങ്ങനത്തുള്ള സാധനങ്ങളും പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലാകൊലേ. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെ കുറിച്ച് എന്ത് പിഴച്ചു മറന്നോ മറിച്ച് മറന്നോ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം.
ഇതിന്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ സജന പറയുന്നത് ഇപ്പൊ സജനയ്ക്ക് പ്രത്യേകതരം ഓരോ എനർജി ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. ഭയങ്കര ഒരു എനർജി ഉണ്ടായിരിക്കണം. പണ്ട് കരഞ്ഞൊക്കെ മെഴുകിയൊക്കെ വന്ന ആളെന്നല്ല ഇപ്പൊ വന്നേക്കണത്, പുതിയൊരു സജനയെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജീവിക്കണം, ഞാൻ എന്നാ വേലത്തരം കാണിക്കും, എനിക്ക് ജീവിക്കണം, എനിക്ക് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജീവിക്കണം. പിന്നെ എന്തായിരുന്നു, പിന്നെ ഒരു നേരത്തെ ഒരു പുള്ളിക്കാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, ഈ ഫിറോസ് ഖാന് കൃത്യമായ തെളിവുകൾ വന്ന് കൊണ്ട് കാണിച്ചപ്പോഴാണ് നമ്മളിതൊക്കെ വിശ്വസിച്ചത്. അല്ലാതെ നിങ്ങൾ ആരും എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ പോകുന്ന ആളാണ് ഇങ്ങനെ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. നിങ്ങൾക്കെതിരായിട്ട് വ്യക്തമായും കൃത്യമായും ഒരുപാട് തെളിവുകൾ എവിഡൻസ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടാണ് നമ്മളത് വിശ്വസിച്ചിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ചൊറിഞ്ഞ് നടക്കാനാണ് ആരും വന്നൊന്നുമല്ല. ഇതൊക്കെ പബ്ലിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ്, അതായത് നിങ്ങളാ ഇത് ഇട്ട് തന്നേക്കണേ, ഇത് പബ്ലിക്കിൽ വന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഇത് ആൾക്കാർ ഡിസ്കസ് ചെയ്യാതിരിക്കുമോ? ഇല്ല. എന്തായാലും ഇതിനെതിരെ വരാൻ പോണ വലിയ കളികളായിരിക്കും. എന്തായാലും ഇതൊരു സ്റ്റാർട്ടിംഗ് ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോയിലും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം, അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് പിന്നെ അതെ, നല്ല അന്തസ്സായിട്ട് സമ്പാദിച്ചാണ് ഈ പറയുന്ന സജന ജീവിക്കുന്നത്. നമ്മൾ കണ്ടതാണല്ലോ. ഇവൻ ഭർത്താവ് ഇരിക്കേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഫിറോസ് ഇരിക്കെ തന്നെ എത്ര പേരുടെ കൂടെ ഒളിച്ചോടിയതാണ്. അത് നമ്മൾ നല്ല അന്തസ്സായിട്ട് ജീവിക്കണം. അതിനെയാണ് ഇന്നത്തെ കാലത്ത് അന്തസ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ റസൂലിനോട് ഈ 3 കോടി രൂപ ചോദിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതല്ലേ. നിങ്ങളുടെ സൗണ്ട് തന്നെയാണ് നിങ്ങൾ ആ മറുനാടെന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് ആ വോയിസ് റെക്കോർഡിൻ്റെയൊക്കെ ഉടമ, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ പറയുന്നുമുണ്ട്. അപ്പം അത് ഹണി ട്രാപ്പ് ഒന്നും അല്ലല്ലേ, അല്ലല്ലേ. അപ്പം അതൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കാര്യങ്ങളെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല അന്തസ്സുള്ള പണി തന്നെ. പിന്നെ സജനത്തെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പിന്നെ സജനത്തെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ പറയണ്ട, നിങ്ങൾ ആ നെഗറ്റീവ് വോളുകളിൽ വെച്ചിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഈ സംഭവം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇൻസ്റ്റയും ഫേസ്ബുക്ക്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടിട്ടത്. നിങ്ങളാണ് ഇതിനൊക്കെ തുടക്കം തന്നെ ഇട്ടിരിക്കുന്നത് അല്ലേ. ഈ തുടക്കം ഇട്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് വന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇത് ചർച്ച ചെയ്യും. അത് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളിത് സംസാരിച്ച് തീർക്കുന്ന വിശേഷമാണ്. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരത്തില്ല. ഇത് പബ്ലിക്കിലോട്ട് വരാൻ നേരത്തെ ഇവിടെ ആൾക്കാർ ഇതിനെടുത്തിട്ട് ചോദിക്കുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഇതുപോലുള്ള വർത്തമാനമൊന്നും വന്ന് പറയാനായിട്ട് ഇവിടെ വരണ്ട കേട്ടോ സജന. ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ അവർ തന്നെ പറയുന്നത്, നിങ്ങൾ ആരുമല്ല എനിക്ക് ചെലവിന് തരുന്നത്, നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കും, അത് എൻ്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും, ഉറപ്പാ. എൻ്റെ മക്കൾ സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എൻ്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. 3 10 കോടി, അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നവന്മാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം. പോരെ. പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തു വിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചാലും തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടോണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. സജന, ഇവിടെ ആരും നിങ്ങൾ 3 കോടി നിങ്ങളുടെ കയ്യിൽ കൈപ്പറ്റി എന്ന് പറയുന്നില്ല. നിങ്ങളുടെ ശബ്ദത്തിൽ കൂടി തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ 3 കോടി ചോദിക്കുന്നതായിട്ട്. അതായത് ഈ പൂക്കുറ്റിയോട് 3 കോടി ചോദിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത് എത്തിയോന്ന് അറിയത്തില്ല. അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും വഴി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കാനുള്ള മാർഗവും നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇവനതൊരു ക്യാഷായിട്ട് വന്നാലോ, എന്തായാലും ഏത് രീതിയിലായിക്കോട്ടെ. പിന്നെ നമ്മളിവിടെ പറഞ്ഞേക്കണം, നിങ്ങൾ ഹണി ട്രാപ്പ് നടത്തി നിങ്ങൾ ഈ പറയുന്ന പൂക്കുറ്റിയോട് ഇത്ര കോടി ചോദിച്ചു എന്ന് നിങ്ങളുടെ വോയിസ് തന്നെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്താ, നിങ്ങൾ ആ ഒരു വോയിസിലൊരു ക്ലാരിഫിക്കേഷൻ എന്താ നിങ്ങൾ ഇതിലൂടെ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ അറിഞ്ഞം പുറിഞ്ഞം മേലെ ഡയലോഗ് അടിച്ച് ആക്കാനല്ല നിൽക്കേണ്ടത് കേട്ടോ. സജനയും ഈ ഫിറോസും ഈ പൂക്കുട്ടിയൊക്കെ ആയിട്ടുള്ള ഈ വിവാദത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നും കൂടി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ബൈ.